നറൂട്ടോ സീരീസിലെ ഷിസൂയി ഉച്ചിഹ മരിച്ചില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും? ഇറ്റാച്ചി തന്റെ ക്ലാനിനെ ഇല്ലാതാക്കുമോ? കൊനഹയിലെ പുതിയ ഹൊക്കാഗെ ആരാണ്? പിന്നീട് തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. കഥയുടെ തുടക്കത്തിൽ ഇവിടെ നൈൻ ടെയിൽ ഫോക്സ് അറ്റാക്ക് ആണ് കാണിക്കുന്നത്. വില്ലേജിലെ എല്ലാവരും പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങും. ചില ഷിനോബീസ് കുറാമയെ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുമെങ്കിലും അവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് ഉച്ചിഹ പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാർ കുറാമ അറ്റാക്ക് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഡാൻസോ ഉച്ചിഹ ലീഡറായിട്ടുള്ള ഫുഗാക്കുവിനെ തടയുന്നു. ഉച്ചിഹ സാരും നൈൻ ടെയിലിനെ എതിർത്ത് നിൽക്കേണ്ട, നിങ്ങൾ ജനങ്ങളെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കും. എന്നാൽ ഇവിടെ ഫുഗാക്കു റിക്വസ്റ്റ് ചെയ്യും, നമ്മൾ ഉച്ചിഹയാണ്, ഞങ്ങളുടെ ആ ഒരു പവേഴ്സ് വെച്ച് നൈൻ ടെയിലിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാലും ഫുഗാക്കു അത് നിരസിക്കും. പിന്നീട് സീരീസിൽ നടന്നതുപോലെ തന്നെ നമ്മുടെ ഫോർത്ത് ഹൊക്കാഗെ ആയിട്ടുള്ള മിനാട്ടോ നൈൻ ടെയിലിനെ ടെലിപ്പോർട്ട് ചെയ്യുകയും സീല് ചെയ്യുകയും പിന്നീട് ഫോർത്ത് ഹൊക്കാഗെ മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം അൻബു ബ്ലാക്ക് ഓപ്സിലുള്ള നമ്മുടെ ഷിസൂയി ഉച്ചിഹയും ഇറ്റാച്ചി ഉച്ചിഹയും ഇവിടെ കാണിക്കുന്നു. ഇറ്റാച്ചി പറയും, വില്ലേജിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വില്ലേജിനകത്ത് തന്നെ പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുകയാണ്. എപ്പോൾ എന്ത് വേണമെങ്കിലും അഥവാ ഒരു യുദ്ധം തന്നെ സംഭവിക്കാം എന്ന രീതിയിൽ ഇറ്റാച്ചി ഇവിടെ സംസാരിക്കും. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ഉച്ചിഹയിലെ ആൾക്കാർക്കിടയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഇവരുടെ ലീഡറായിട്ടുള്ള ഫുഗാക്കു ആണ് ഇവിടെ സംസാരിക്കുന്നത്. നൈൻ ടെയിൽ അറ്റാക്കിന് ശേഷം ഇവിടെ പല കാര്യങ്ങളും തലകീഴായിട്ടാണ് നടക്കുന്നത്. ഫോർത്ത് ഹൊക്കാഗെ ആയിട്ടുള്ള മിനാട്ടോ മരിച്ചതിന് ശേഷം പിന്നീട് ഫിഫ്ത്ത് ഹൊക്കാഗെയായി ഉച്ചിഹയുടെ ഭാഗത്ത് നിന്നും ഞാനാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായ ഡാൻസോയും മറ്റ് മുതിർന്ന എൽഡേഴ്സും ഇത് എതിർത്തു. അവർ പറഞ്ഞ റീസൺ എന്തെന്നാൽ കുറാമ അറ്റാക്ക് നടക്കാൻ കാരണം ഒരു ഉച്ചിഹയാണ്, അതുകൊണ്ട് ഉച്ചിഹയുടെ ഭാഗത്ത് നിന്നും ഇപ്പോഴൊരു ഹൊക്കാഗെ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ ഇത് പറഞ്ഞത് പോട്ടെന്ന് വെക്കാം, ഈ ഒരു വിഷയം വില്ലേജിലുള്ള ആൾക്കാർ മുഴുവനായും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വില്ലേജിലെ ആൾക്കാരൊക്കെ ഉച്ചിഹയെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. കൊനഹയിൽ ഇപ്പോൾ എന്ത് കുറ്റം നടന്നാലും, ചെറിയൊരു മോഷണം നടന്നാൽ പോലും അത് ഉച്ചിഹയാണ് ചെയ്തത് എന്ന രീതിയിലാണ് ഇപ്പോൾ ജനങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ ഇത് കേട്ട് ആ മീറ്റിംഗിൽ ഇരുന്ന് ഒരു ഉച്ചിഹ സംസാരിക്കും, വില്ലേജ് തന്നെ നമ്മൾക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് പോലും നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, ഇതിനെതിരെ സംസാരിക്കണം, പ്രതികരിക്കണം, വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ പോലും ഞാൻ മടിക്കില്ല എന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഫുഗാക്കു പറയും, ഇപ്പോൾ നമ്മൾ ചാടി പിടിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും വില്ലേജിലെ കുറച്ച് ജനങ്ങൾ നമ്മളെ നല്ല രീതിയിലാണ് കാണുന്നത്. നമ്മൾ ഈ വില്ലേജിനെ എതിർത്ത് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വില്ലേജിലെ മുഴുവൻ ആൾക്കാരും നമ്മൾക്കെതിരെ തിരിയും, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതിരിക്കും. അപ്പോഴാണ് ഫുഗാക്കു ഇവിടെ മറ്റൊരു കാര്യം സംസാരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാൻ ലോർഡ് ഹിറുസനെ കണ്ടിരുന്നു. ഹിറുസൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു നൈൻ ടെയിൽ അറ്റാക്കിന് കാരണം ഒരു മാസ്ക് വെച്ച ഉച്ചിഹയാണ്. ഡാറ്റ പ്രകാരം അവന്റെ ഒരു കണ്ണിൽ ഷെറിങ്കൺ ഉണ്ടായിരുന്നു. ഇത് വില്ലേജിനകത്ത് നടക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടും ഉച്ചിഹയിലെ ഒരാളായതുകൊണ്ടും ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഞാനൊരു ഹൊക്കാഗെ ആയിടത്തോളം വില്ലേജിനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും ഞാൻ കൂട്ടുനിൽക്കുകയില്ല. ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളാകാൻ തുടങ്ങിയാൽ ഉച്ചിഹാസിനെ വില്ലേജിൽ നിന്നും പുറത്താക്കി വില്ലേജിന്റെ മറ്റൊരു പാർട്ടാക്കാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഫുഗാക്കു പിന്നെയും പറയും, ഹിറുസന്റെ കയ്യിൽ നിന്നും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാനും കുറച്ച് ടീമും ഈ ഒരു ഉച്ചിഹയിലുള്ള ആൾക്കാരെയൊക്കെ രഹസ്യമായി അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. എന്നാൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലായത് വില്ലേജിനകത്തുള്ള ഉച്ചിഹയല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പുറത്തുനിന്ന് നമ്മുടെ വംശത്തിലുള്ള ആരോ ഈ പണികളൊക്കെ ചെയ്യുകയാണ്. അത് നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് ശരിയായ വഴി. അങ്ങനെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അടുത്തൊരു സീനാണ് കാണിക്കുന്നത്. നമ്മുടെ ഹിറുസൻ ആൻഡ് ഡാൻസോ ഷിസൂയി ആൻഡ് ഇറ്റാച്ചിയെ വിളിക്കുന്നു. കാരണം ഷിസൂയിയും ഇറ്റാച്ചിയും ഇവിടെ അൻപൂലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഇവിടെ ഹിറുസൻ പറയും, ഷിസൂയി, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ. ഉച്ചിഹ വില്ലേജിൽ വലിയൊരു ചർച്ചയാവുകയാണ്. ഉച്ചിഹ വംശത്തിലുള്ള ആൾക്കാർ വില്ലേജിനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചിഹയിലുള്ള നിങ്ങളെ രണ്ടുപേരെയാണ് ഞാൻ ഇത് ഏൽപ്പിക്കുന്നത്. കാരണം നിങ്ങൾ അൻപൂലുള്ള ആൾക്കാരാണ്, എപ്പോഴും വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഷിസൂയി ഹിറുസനോട് പറയും, ഇൻ കേസ് അങ്ങനെ ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ എന്റെ കോട്ടാമട്സുകാമി വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും ഹിറുസനെ തടഞ്ഞു നിർത്താം. ഇൻ കേസ് ഇങ്ങനെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ വില്ലേജിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഇറ്റാച്ചി ആൻഡ് ഷിസൂയിയെ കാണിക്കുന്നു. ഫുഗാക്കു വില്ലേജിനെതിരെ തിരിഞ്ഞാൽ അതിവിടെ വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കും. പക്ഷെ എന്നിരുന്നാലും കുറച്ചു ദിവസം മുൻപ് എന്നെ ഫുഗാക്കു കണ്ടിരുന്നു. ഫുഗാക്കു എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഒരു മാസ്ക് വെച്ച ഉച്ചിഹയുണ്ട്, അവനാണ് എല്ലാത്തിനും കാരണം. ഉച്ചിഹയിലുള്ള ആൾക്കാർ അവനെ തപ്പി നടക്കുകയാണ്. എന്നാൽ ഇവിടെ ഫുഗാക്കു പറഞ്ഞ മറ്റൊരു കാര്യം എന്തെന്നാൽ വില്ലേജിനെ ഇല്ലാതാക്കുന്നത് വില്ലേജിന്റെ എൽഡേഴ്സ് തന്നെയാണ്. പല പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് അത് ഉച്ചിഹയാണെന്ന് വരുത്തി തീർക്കുന്നതും അവരാണ്. നിങ്ങൾ എന്തായാലും വില്ലേജിന് വേണ്ടി മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളൊരു ഉച്ചിഹ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സൂക്ഷിക്കണം. കൂടാതെ അവരുടെ
അവരുടെ ഭാഗത്ത് നിന്നും ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് ഒരു യുദ്ധം ചെയ്യാൻ പോലും നമ്മൾ മടിക്കില്ല. അത് കൂടാതെ ഈ കാര്യങ്ങളൊക്കെ നീ ഇറ്റാച്ചിയെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നമ്മുടെ ഫുഗാക്കു ഷിസുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഇറ്റാച്ചി പറയുന്നുണ്ട്, വില്ലേജിനെതിരെ എന്ത് സംഭവിച്ചാലും അത് ഉച്ചിഹയാണെങ്കിൽ പോലും ഞാൻ എതിർത്ത് നിൽക്കാൻ തയ്യാറാണ്. ഇത് നമ്മുടെ ഇറ്റാച്ചി ഷിസുയോട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ ഇത് കേട്ട് നമ്മുടെ ഷിസുയി പറഞ്ഞത്, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്യണം. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുന്നു. ഇനിയാണ് സംഭവങ്ങളൊക്കെ മാറി മറിയാൻ പോകുന്നത്. നമ്മുടെ ഡാൻസോ ഷിസുയെ മാത്രം ഒരു മിഷന് വേണ്ടി വിളിക്കും. അതായത് ഇവിടെ സീരീസിലുള്ളതുപോലെ ഷിസുയുടെ ആ ഒരു കോട്ട മറ്റ്സുക്കാമി ഇല്ലേ, അത് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് നമ്മുടെ ഡാൻസോയ്ക്ക് മനസ്സിലായി. അതെങ്ങനെയെങ്കിലും അവന്റെ കണ്ണിൽ നിന്നും എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡാൻസോയുടെ പ്ലാൻ. ഈ സമയം നമ്മുടെ ഷിസുയി ആണെങ്കിൽ ഡാൻസോയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ഫുഗാക്കു പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് വില്ലേജിനെ നശിപ്പിക്കുന്നത് വില്ലേജിന്റെ എൽഡേഴ്സ് തന്നെയാണെന്ന്. അങ്ങനെ ഷിസുയും ഒന്ന് കരുതലോട് കൂടിയാണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ സീരീസിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഡാൻസോ ഷിസുയുടെ ആ ഒരു കണ്ണെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഷിസുയി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴാണ് നമ്മുടെ ഷിസുയിക്ക് നമ്മുടെ ഫുഗാക്കു പറഞ്ഞ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യം ഉണ്ടെന്ന് മനസ്സിലായത്. ഇവിടെ ഡാൻസോ മാത്രമല്ല, ഡാൻസോയുടെ കൂടെ അൻപൂലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഷിസുയിക്ക് മനസ്സിലാക്കും, ഇപ്പോൾ ഇവിടെ നിന്നും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താൽ അത് നല്ലതല്ല. അങ്ങനെ ഷിസുയി ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഇപ്പോൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. ഒരിക്കലും ഞാൻ അൻപൂനെതിരെ തിരിഞ്ഞു എന്ന് മറ്റുള്ളവർ അറിയരുത്. അങ്ങനെ ഷിസുയി ഓടി ഒരു കാട്ടിനുള്ളിൽ പോവുകയും തന്റെ ബോഡി ഫ്ലിക്കർ ടെക്നിക്ക് വെച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഉച്ചിഹയിൽ എത്തുകയും ചെയ്യും. അതായത് ഇവിടെ ഷിസുയിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഫൈറ്റ് ചെയ്യാത്തതിന്റെ ഒരു റീസൺ എന്തെന്നാൽ പിന്നെയും ഒരു ഉച്ചിഹ വില്ലേജിനെതിരെ തിരിഞ്ഞു എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംസാരം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ഷിസുയി അവിടെ നിന്നും ഡയറക്റ്റ് ഒഴിഞ്ഞു മാറിയത്. അങ്ങനെ നമ്മുടെ ഡാൻസോയുടെ പ്ലാനും ഇവിടെ പൊളിയുന്നു. ഇത് ഫുഗാക്കു അറിയുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഡാൻസോയും ഹിറുസനും ചേർന്ന് ഇറ്റാച്ചിയെ വിളിച്ചു സീരീസിലുള്ളതുപോലെ തന്റെ ക്ലാനിനെ ഇല്ലാതാക്കാനും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇറ്റാച്ചിയെ ഏൽപ്പിക്കുന്നു. ഇതേ സമയം വില്ലേജിന്റെ എൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഉണ്ടായ ആ ഒരു സംഭവം ഷിസുയി ആണെങ്കിൽ ഫുഗാക്കുവിനോട് പറയും. അപ്പോൾ തന്നെ നമ്മുടെ ഫുഗാക്കുവിന് മനസ്സിലാകും ഇതിന്റെ ഒക്കെ കാരണക്കാരൻ നമ്മുടെ ഡാൻസോ ആണ്. ഡാൻസോ എന്ത് പറഞ്ഞാലും തേർഡ് ഹൊക്കാഗെ അതിന് സമ്മതിക്കുകയും ചെയ്യും. ഫോർത്ത് ഹൊക്കാഗെ ഇവിടെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ വരില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു വിഷയം നടന്നത് കൊണ്ട് തന്നെ എന്തായാലും അവരുടെ ഭാഗത്ത് നിന്നും ഒരു അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഷിസുയി നീ പ്രത്യേകിച്ച് അലേർട്ടായിരിക്കണം. അങ്ങനെ ഉച്ചിഹയിലെ മെയിൻ ആൾക്കാരോടൊക്കെ ഈ ഒരു വിഷയങ്ങൾ പറഞ്ഞ് എല്ലാ ഉച്ചിഹാസും ഒരു ഫൈറ്റിന് വേണ്ടി തന്നെ റെഡി ആയിരിക്കും. അങ്ങനെ സീരീസിലുള്ളതുപോലെ വേറെ വഴിയില്ലാതെ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ആ ഒരു മാസ്ക് വെച്ച ഉച്ചിഹയെ കണ്ടുമുട്ടുന്നു. അവനാണ് ഇതിനൊക്കെ കാരണക്കാരനെന്ന് അറിഞ്ഞിട്ട് പോലും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇറ്റാച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒബീറ്റോ, അതായത് ആ മാസ്ക് വെച്ച ക്യാരക്ടർ സഹായിക്കാമെന്നും പറയുന്നു. അങ്ങനെ സീരീസിലുള്ളതുപോലെ ഇറ്റാച്ചി ആൻഡ് ഒബീറ്റോ ചേർന്ന് ഉച്ചിഹയിലുള്ള ആൾക്കാരെ ഓരോന്നായിട്ട് കൊല്ലാൻ തുടങ്ങും. അങ്ങനെ ഇതറിഞ്ഞ ഫുഗാക്കോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് അവിടേക്ക് പോകുമ്പോഴാണ് തന്റെ മകനായിട്ടുള്ള ഇറ്റാച്ചി ഉച്ചിഹ മുന്നിലുണ്ടാകും. അങ്ങനെ ഇറ്റാച്ചി പറയും, ഫാദർ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, ഇതാണ് ശരിയെന്ന് തോന്നുന്നു. തന്റെ മകനുമായി ഫൈറ്റ് ചെയ്യാൻ ഫുഗാക്കുവിന് താല്പര്യം ഉണ്ടാകില്ല. ഫുഗാക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ താൻ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ കറക്റ്റ് സമയത്ത് നമ്മുടെ ഷിസുയി ഉച്ചിഹ വരുന്നത്. ഇറ്റാച്ചി നീ ഇത് ചെയ്യരുത്, സ്വന്തം വംശത്തെ ഇല്ലാതാക്കിയല്ല വില്ലേജിനെ സംരക്ഷിക്കേണ്ടത്, നമുക്ക് ഇതിനൊരു വഴി ഉണ്ടാക്കാം. എന്നാൽ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ പറയും, ഇതൊരിക്കലും നടക്കുന്നതല്ല ഷിസുയി, ഒന്നിക്കൽ ഉച്ചിഹാസ് ഇല്ലാതാകും അല്ലെങ്കിൽ വില്ലേജ് ഇല്ലാതാകും, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഷിസുയിക്ക് മനസ്സിലാകും ഇറ്റാച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും നോക്കില്ല നമ്മുടെ ഷിസുയി തന്റെ കോട്ട മറ്റ്സുക്കാമി വെച്ച് ഇറ്റാച്ചിയെ കൺട്രോളിൽ എടുക്കുന്നു. ഇറ്റാച്ചിക്ക് തന്റെ ബോധം പോയി താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഷിസുയിക്ക് പെട്ടെന്ന് തന്നെ ഇറ്റാച്ചിയെ കോട്ട മറ്റ്സുക്കാമിയിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചത് ഇറ്റാച്ചിയുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മുടെ ഷിസുയിക്ക് നല്ലതുപോലെ അറിയാം. ഇറ്റാച്ചിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോ, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഫുഗാക്കുവിന്റെ ടീമിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഷിസുയും ചേർന്ന് മറ്റാരോ ഉച്ചിഹയെ ആക്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവിടേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ഷിസുയി പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കും. ഇനി അൻപൂലുള്ള മറ്റാരെങ്കിലുമാണോ ഇറ്റാച്ചിയുടെ കൂടെ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ എത്തുമ്പോഴാണ് ചോരയിൽ കുളിച്ച ആ ഒരു മാസ്ക് മേലെ കാണിക്കുന്നത്, അതായത് നമ്മുടെ ഒബീറ്റോയെ. അങ്ങനെ ഇത് കണ്ട നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ ഷിസുയെ അറ്റാക്ക് ചെയ്യാൻ പോവുകയും നമുക്കറിയാം ഷിസുയും ചില്ലറക്കാരനല്ല. ഒബീറ്റോയുടെ അറ്റാക്കിൽ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ഒബീറ്റോക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഉച്ചിഹയിലും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഷിസുയിക്ക് ഒബീറ്റോയെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഷിസുയി വാസസ് ഒബീറ്റോ എന്ന ഫൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോവുകയാണ്. അങ്ങനെ ഉച്ചിഹയിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നത് അറിഞ്ഞ് എല്ലാ ആൾക്കാരും പുറത്തിറങ്ങി ഒബീറ്റോയുടെ അടുത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒബീറ്റോ പെട്ടെന്ന് തന്നെ കാമോയി ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ ഈ ഒരു കാമോയി യൂസ് ചെയ്യുന്നത് ഷിസുയി കണ്ട ഉടൻ തന്നെ ഷോക്കായി പോകുന്നു. കാരണം ഒബീറ്റോ യൂസ് ചെയ്ത കാമോയി ഷിസുയിക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോൾ വില്ലേജിലുള്ള ആൾക്കാരെല്ലാവർക്കും ഉച്ചിഹയെ ആരോ ആക്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും അത് നൈൻറ്റേൽ അറ്റാക്കിന് കാരണമായ
ആ ഒരു വ്യക്തി തന്നെയാണ് എന്ന രീതിയിലും ജനങ്ങളിടയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കൂടാതെ ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഇറ്റാച്ചി ആണെന്ന രീതിയിലും ഇറ്റാച്ചി വില്ലേജിനെ ചതിക്കുകയാണ് എന്ന രീതിയിലും ആൾക്കാർ പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഈ സമയം നമ്മുടെ ഫുഗാക്കു ആണെങ്കിൽ ഇറ്റാച്ചിയെ എടുത്ത് മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഉള്ളത്. ഷിസൂയും ഒളിവിലാണ് ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഷിസൂയാണ് കാണിക്കുന്നത്. ഷിസൂയി ആണെങ്കിൽ ഡാൻസോയുടെയും എൽഡേഴ്സിന്റെ കയ്യിൽ പെടാത്ത രീതിയിൽ ഒളിച്ചു നടക്കുകയാണ്. ഷിസൂയി ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. അവരുടെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഷിസൂയുടെ മുന്നിൽ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ കക്കാഷിയാണ്. കക്കാഷി ഷിസൂയെ കണ്ടപ്പോൾ തന്നെ പറയും, ഡാൻസോ നിന്നെ രഹസ്യമായിട്ട് അന്വേഷിക്കുകയാണ്, നിനക്ക് അവരുടെ മുന്നിൽ ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. അപ്പോൾ തന്നെ ഷിസൂയി പറയും, ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എന്നാൽ ഞാൻ വന്നത് ഇവിടെ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. കക്കാഷി, നീ എന്നെ സഹായിക്കണം. എന്നാൽ ഇവിടെ കക്കാഷി പറയും, നീ വില്ലേജിനെതിരായി തിരിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും സഹായിക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഷിസൂയി പറയും, നൈൻറ്റെയിലിനെ കൺട്രോൾ ചെയ്ത് വില്ലേജിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു ഉച്ചയ്ക്ക് കാമോയി യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ കാമോയി എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കക്കാഷി ഒന്ന് ഷോക്കാകുന്നു. അപ്പോഴാണ് ഇവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് കക്കാഷിയും അതുപോലെ തന്നെ ഷിസൂയും അൻപൂലുള്ള സമയത്ത് ഇവരുടെ ഒരു മിഷനിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ കക്കാഷിക്ക് കാമോയി യൂസ് ചെയ്യേണ്ടി വന്നിരുന്നു. ആ സമയത്ത് ഷിസൂയി നമ്മുടെ കക്കാഷിയോട് ചോദിച്ചിരുന്നു, ഈ ഒരു ഷെറിംഗൺ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. അപ്പോൾ കക്കാഷി ഇവിടെ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല, ഇതെന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായി തന്നത് എന്ന രീതിയിലാണ്. അങ്ങനെ ഷിസൂയി പറയും, നിങ്ങളുടെ കണ്ണിലുള്ള അതേ ഷെറിംഗൺ തന്നെയാണ് ആ ഒരു വില്ലന്റെ കണ്ണിലും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഷിസൂയി ഇത് ആരുടെ ഷെറിംഗൺ ആണെന്ന് ചോദിക്കുന്നതോടുകൂടി ഈ ഒരു സ്റ്റോറിയുടെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുന്നു. പാർട്ട് 1 ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഞാൻ ഇതിന്റെ പാർട്ട് 2 ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. കാരണം ഇത് ഞാൻ എന്റെ ഐഡിയയിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.